രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ദൈവസന്നിധിയിൽ സന്തോഷമുള്ള എത്ര മക്കളുണ്ട്? ആമേൻ. നിങ്ങളിപ്പോൾ സന്തോഷിപ്പിൻ എന്ന കഥ പറഞ്ഞ് നമ്മുടെ ജീവിതം നോക്കിയാൽ സന്തോഷിപ്പാൻ വകയില്ല. പലപ്പോഴും ഞെരുക്കത്തിൽ, ബുദ്ധിമുട്ടിൽ, ഭാരങ്ങളിലൊക്കെയാണ്. എനിക്കറിയാം. എങ്കിലും തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷിക്കണം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ലോകപ്രകാരമില്ല. ലോകപ്രകാരം ഞങ്ങൾ ദുഃഖിക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആമേൻ. സൗമ്യതയോടെ, വിനയത്തോടെ, ദൈവഭയത്തോടെ, ദൈവിക സ്നേഹത്തോടുകൂടി നമുക്ക് മുന്നേറുവാൻ വേണ്ടി കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ സഭ കർത്താവ്, നമ്മുടെ നായകനായി കർത്താവ് സഭയുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പ്രത്യേകം ഇന്ന് പകൽക്കാലത്തിൽ സമയവേഗത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒരു ദൈവാലോചന പകരുവാനുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ കടന്നു വന്ന ദൈവമക്കളെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. അതോട് ചേർത്ത് ഹല്ലേലൂയ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളോട് അറിയിക്കുകയാണ്. ആമേൻ. കർത്താവ് നമ്മെ മുഴുവനായി അനുഗ്രഹിക്കും. ഓ ഹല്ലേലൂയ. ഒന്നുകൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില ദിവസങ്ങളായി എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ചില ദൈവവചനങ്ങളെ സഭയിൽ കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവവചനം കേൾക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നൊരു കാര്യമുള്ളത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം കേൾപ്പേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ജീവിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ പോയാൽ, മൂടുപടമിട്ടിരുന്നാൽ, ആമേൻ, ജീവിക്കത്തില്ല. പിശാച് മരിപ്പിക്കും. പിശാച് കൊല്ലുന്നവനാണ്. നമ്മുടെ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നമ്മളെ അനുദിനം ജീവിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ അറിയുന്നു. നമുക്ക് അവനുള്ളവനെ അവൻ അറിയുന്നു. അവനുള്ളവർ അവനെയും അറിയുന്നു. അതേ നല്ല പകൽക്കാലത്തിനായി നന്ദി. നമ്മളിന്ന് പകൽക്കാലത്തിൽ കൂടുതലായിട്ട് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രൈസ് ദി ലോർഡ് 90 സങ്കീർത്തനത്തിൻ്റെ ചില വചനങ്ങൾ വായിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 90 സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ എല്ലാവരുടെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്, പലപ്പോഴായി ഈ വചനങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത് ആമേൻ മരണ ദുഃഖഭവനത്തിലൊക്കെ ആയിരിക്കും. ഇത് ആമേൻ നമ്മൾ കൂടുതലായിട്ട് ഈ സങ്കീർത്തനം വായിക്കാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എല്ലാറ്റിനുപരി ദൈവത്തിൻ്റെ വചനം നമ്മൾ ജീവിപ്പിക്കുന്ന വചനമാണ്. നമ്മൾ തന്നെ ആമേൻ ഇതിലുള്ള ചില ചിന്താ വിഷയങ്ങളെ എന്നെ ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വചനം ഞാൻ വായിപ്പാനിടയിൽ തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, നമ്മളിവിടെ മരിച്ചാൽ നമ്മൾ ദൈവത്താൽ ഉയർക്കപ്പെടും. കർത്താവിൽ നമ്മൾ മരിക്കണം. കർത്താവിൽ നമ്മൾ മരിക്കുമ്പോൾ കർത്താവിൽ നമ്മൾ ഉയർക്കുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാകുന്നു ദൈവവചനം വായിക്കുമ്പോൾ 2 മരണത്തെയാണുള്ളത്. 2 മരണം. അതേപോലെ 2 ജനനമുണ്ട്. ഒന്ന് ശരീരം കൊണ്ടുള്ള ജനനം. ആമേൻ. രണ്ടാമത്തത് ആത്മാവിലുള്ള ജനനം. ആമേൻ. അതേപോലെ ആമേൻ മറ്റെന്താ പറഞ്ഞത്? രണ്ടാമത്തത് മരണം. അതേപോലെ തന്നെയാണ് ആമേൻ ആമേൻ ശരീരം കൊണ്ടുള്ള ആമേൻ മരണം, ആത്മാവ് കൊണ്ടുള്ള മരണം. ആത്മാവിലെ മരണം നമ്മുടെ ജീവിതത്തിൽ ഏദൻ തോട്ടത്തിൽ നടന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ആത്മാവിൽ മരിച്ചു, പാപികളായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനം പ്രാപിച്ച് വീണ്ടെടുപ്പിലൂടെ വീണ്ടും നമ്മൾ മടങ്ങി കർത്താവ് ദൈവസഭയിൽ ചേർത്ത് നിത്യതയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ. വീണ്ടെടുപ്പിലൂടെയാണ് നമുക്ക് ഈ മോചനം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താൽ. ഹല്ലേലൂയ. അപ്രകാരം കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ശരീരപ്രകാരം മരിക്കുകയാണെങ്കിലോ നമ്മൾ ആദിമ കാലഘട്ടത്തിലെ മരണത്തെ ഓർക്കാതെ
പിതാക്കന്മാരുടെ കാലത്തിൽ ആത്മീകമായി മരിച്ച മരണത്തെ ഓർക്കാതെ, പാപത്തെ ഓർക്കാതെ, പാപി മാനസാന്തരപ്പെടാതെ ഒറ്റയ്ക്ക് ഒറ്റ മരണമാണ് മനുഷ്യൻ കൈവരിക്കുന്നു എങ്കിൽ, ശരീരപ്രകാരമാണ് ജീവിച്ച് ശരീരപ്രകാരം മരിക്കുകയാണെങ്കിൽ അവർ നിത്യതയിൽ പോകത്തില്ല. അവരെ വായി തുറന്ന് പാതാളം അവരെ വിഴുങ്ങുവാനിടയിൽ തീരും. അവർക്ക് പാതാളം ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പകൽക്കാലത്തിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് എന്നേക്കും ജീവിക്കുന്നവൻ എന്നുള്ള വചനത്തെ ആസ്പദമാക്കി, വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാകുന്നു ഞാൻ ചില ചിന്താവിഷയങ്ങളെ കർത്താവ് എൻ്റെ മേൽ കൈമാറിയിരിക്കുന്നു. അത് ഞാൻ ദൈവസഭയ്ക്ക് കൈമാറുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചിന്താവിഷയം എന്ന് പറയുന്നത് എന്നും എന്നേക്കും ജീവിക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ. ജീവിക്കുന്നത് ആര് ജീവിക്കുന്നു? നമ്മുടെ ദൈവം എന്നുമതേക്ക് ജീവിക്കുന്നു, അല്ലേ? ആമേൻ, ഹല്ലേലൂയ. മനുഷ്യൻ എന്നുമതേക്ക് ജീവിക്കുമോ? ഹല്ലേലൂയ, എന്നേക്കും ജീവിക്കത്തില്ല. എന്നാൽ ഞാൻ പറയുന്നു, ദൈവവചന പ്രകാരം ദൈവം ദൈവ മനുഷ്യൻ എന്നുമതേക്ക് ജീവിക്കും. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ദൈവം, നമ്മുടെ ദൈവം മനുഷ്യനെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തത്, ദൈവം ഇവിടെ പ്രദർശിപ്പിച്ചത്, ദൈവം മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നത്, കേവലം മരിച്ച് മൗനതയിൽ ഇറങ്ങുകയും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുവാൻ അവൻ ജീവിച്ച് എന്നേക്കും ദൈവത്തിൻ്റെ മനുഷ്യൻ ശാശ്വതമായി നിത്യമായി ജീവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാകുന്നു ആദിയിലെ ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ അവതരിപ്പിച്ചത്. നമ്മുടെ കർത്താവ് എന്നും എന്നേക്കും ആത്മാവിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആയതുകൊണ്ട് നമ്മളും എന്തിൽ ജീവിക്കണം? ആത്മാവിൽ ജീവിക്കണം. പറയുന്ന കാര്യമാണ്. നമ്മൾ എന്നും എന്നേക്കും ജീവിക്കണമെങ്കിൽ ആത്മാവിൽ ജീവിക്കണം. ആത്മാവിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് എന്നും എന്നേക്കും ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ആത്മീക മനുഷ്യനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് നമ്മൾ ഭൗമിക മനുഷ്യനായിരുന്നു എങ്കിലും നമ്മൾ ആത്മാവിലേക്ക് മടങ്ങി വരണം, ആത്മീയതയിലേക്ക് മടങ്ങി വരണം. നമ്മൾ വിശ്വാസത്താൽ കർത്താവിൻ്റെ നാമം വിളിച്ച് ജയം എടുത്ത് നമ്മൾ മടങ്ങി വരണം. ജയജീവിതത്തിനായി നമ്മൾ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? നിത്യമായി ജീവിക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്നും എന്നേക്കും ജീവിക്കുവാൻ എത്ര വലിയ സന്തോഷമാണല്ലേ? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതായുസ് നോക്കിയാൽ, ലോകപ്രകാരം നോക്കിയാൽ 70-80, ഹല്ലേലൂയ, ഏറിയാൽ 70-80. ആദിമ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ആയുഷ്കാലം ഇപ്രകാരമായിരുന്നോ? ഇല്ല. ഭൂതലത്തില് പാർത്തിരുന്നവരുടെ ആയുഷ്കാലം ആദിമ മനുഷ്യരുടെ ആയുഷ്കാലം 967 ആകുന്നു. ഏറ്റവും കൂടിയ ആയുഷ്കാലം 967. ആദാമിൻ്റെ ആയുഷ്കാലം 930. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ 900, 930, 967, 800, അത് പിന്നത്തേതിൽ കുറഞ്ഞിട്ട് ലോകയുടെ പുത്രന്മാരുടെ കാലമായി 580 ആയി. അതിനുശേഷം ഹല്ലേലൂയ പിന്നെയും മനുഷ്യൻ്റെ പാപനിമിത്തം, മനുഷ്യൻ്റെ ഹൃദയ നിരൂപണം, പാപമുള്ളതെന്ന് ദൈവം കണ്ടിട്ട് ആയുഷ്കാലത്തെ വീണ്ടും കുറച്ച് 120 പിന്നെയും അത് കുറഞ്ഞ് ഹല്ലേലൂയ ഏറിയാൽ 70-80 എന്നൊക്കെ ആക്കി തീർന്നു. ഇന്നത്തെ ആയുഷ്കാലം എത്രയെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഏത് കാലഘട്ടത്തിൽ മനുഷ്യർ നഷ്ടപ്പെടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. എല്ലാം കൊണ്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾക്ക് മുൻപിലുള്ള
ഈ ആധുനിക യുഗത്തിലെ കമ്പ്യൂട്ടർ വൽകൃതമായ ലോകത്തില് ഹല്ലേലൂയ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പേ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പേ ആമേൻ ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവമക്കളായിട്ട് ഒരുപാട് പേര് ജീവിച്ചു. ഈ കാലഘട്ടത്തിൽ എത്ര പേര് ദൈവത്തോടു കൂടെ ഉണ്ടെന്ന് കണ്ടറിയാം. അന്ത്യകാലത്തില് കർത്താവ് പറയുന്നത് വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മള് ഈ കാലഘട്ടത്തിന്റെ നടുവില് വിശ്വാസത്താല് നാം വീണ്ടും ആമേൻ ജന്മം പ്രാപിച്ച് വിശ്വാസത്താല് ആമേൻ ഉയർത്തി ജീവിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ജീവിക്കും. അല്ലെങ്കിൽ നമ്മൾ മരിച്ച് ആമേൻ നമ്മൾ നഷ്ടപ്പെട്ടു പോകുവാനിടയെ തീരും. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-2 വചനം വായിക്കുമ്പോൾ എന്താ അവിടെ പറയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ പറയപ്പെടുന്ന കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിക്കും ഭൂമണ്ഡലത്തിനും ആമേൻ മണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സകലത്തിനു മുമ്പേ നമ്മുടെ ദൈവം അനാദിയായും, നീ അനാദിയായും ശാശ്വതമായും ഉള്ള ദൈവം എന്ന് പറയുകയാണ്. ഈ വചനം എഴുതിയിരിക്കുന്നത് മോശയാണ് എഴുതിയത്. ആമേൻ ആമേൻ സങ്കീർത്തന പുസ്തകം 4-ാം പുസ്തകത്തിൻ്റെ പ്രാരംഭ വചനമാണ്. ആമേൻ ദൈവപുരുഷനാകുന്ന മോശയാകുന്ന ഈ സങ്കീർത്തനം നമുക്കൊക്കെയും കൈമാറി തന്നത്, പ്രസന്റ് ചെയ്ത് നൽകി തന്നത്. ആമേൻ ഭക്തൻ പറയുന്നു ഹല്ലേലൂയ, നമ്മുടെ തലമുറ തലമുറ തലമുറയായി ആമേൻ നമുക്ക് അങ്ങനെ പറയാൻ അവകാശമുള്ളൂ. നമ്മൾ ആമേൻ നമുക്ക് എന്നും എന്നേക്ക് നമുക്കിവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ മോശയുടെ ആയുഷ്കാലം എത്രയായിരുന്നു? 120 അല്ലേ? ആമേൻ അത് കഴിയുമ്പോൾ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തലമുറ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ ദൈവം. ആമേൻ അതിൻ്റെ 2-ാമത്തെ വചനം ആമേൻ പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിക്കും ഭൂമണ്ഡലത്തിനും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായി ശാശ്വതമായി ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ഭക്തൻ പറയുന്നത് ഈ അനാദിയും ശാശ്വതമായ ദൈവം. അധികാലത്ത് ഞാൻ ഉണരുന്നു ആമേൻ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നാമത്തിൽ നിന്നെ സ്തുതിക്കുമെന്ന് പറയുകയാണ്. നീ അനാദിയായി ശാശ്വതമായുള്ള ദൈവം. ആമേൻ ദൈവത്തിൻ്റെ ആദ്യത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ ദൈവങ്ങളെ? ആമേൻ ദൈവത്തിനെ എത്രത്തോളം അനാദിയായവൻ, അവൻ്റെ ആദ്യത്തിന് ആദ്യത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാനാവതല്ല. മനുഷ്യനെ കൊണ്ട്, മനുഷ്യജ്ഞാനം കൊണ്ട് അതിൻ്റെ ആരംഭത്തെ വർണ്ണിപ്പാൻ വിവേചിപ്പാൻ കഴിയുന്നതല്ല. ആരംഭം കുറിപ്പാൻ അവൻ്റെ ആരംഭത്തിൻ്റെ ആ നീളവും വീതിയും ഉയരവും ആഴവും ഒന്നും നമുക്ക് ഗ്രഹിപ്പാൻ ആവതല്ല. അത്രേ വലിയവനാകുന്നു അനാദിയായ ദൈവം. അനാദി ആദ്യത്തിന് അവസാനമോ നമുക്കതിന് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. അവൻ്റെ അവസാനത്തെയും നമുക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ല. അത്ര വലിയ ദൈവമാണ്. അവനെയാണ് നമ്മളിന്ന് ആരാധിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ശാശ്വതമായുള്ള ദൈവം എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവൻ ഇന്ന് ആ ശാശ്വതമായുള്ള ദൈവം ഹല്ലേലൂയ ശാശ്വതമായി ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദൈവമാകുന്ന കർത്താവ് ഹല്ലേലൂയ ആമേൻ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആ ശാശ്വതമായി ആമേൻ വാഴുന്ന ദൈവം തമ്പുരാൻ തന്നെ ആരാധിപ്പാൻ വേണ്ടി മാനവരാശിയെ ഭൂതലത്തിലെ സൃഷ്ടിപ്പാനിടയായി തീർന്നു. ആമേൻ. 1-ാമത്തെ മനുഷ്യനാകുന്നു ആദാവും ഔവയെയും ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ തോട്ടത്തിലുള്ള നന്മകളൊക്കെ അനുഭവിച്ചിട്ട് അവർ സന്തോഷകരമായി ജീവിച്ച് ദൈവമാകുന്ന കർത്താവിനെ, ശാശ്വതവാസിയാകുന്ന നിത്യനാകുന്ന എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിനെ ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു ദൈവം തമ്പുരാൻ ആദാവിനെയും ഔവയെയും തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം ശാശ്വതവാസിയാണ്. ആമേൻ ആമേൻ. തന്നെ ആരാധിക്കുവാൻ മക്കൾ, തന്നെ ആരാധിക്കേണ്ട മനുഷ്യൻ ഭൂമിയിൽ പാർത്ത് നന്മ അനുഭവിച്ച് ശാശ്വതമായി മനുഷ്യനും ഭൂമിയിൽ വാഴണം, നിത്യമായി മനുഷ്യൻ ജീവിക്കണം എന്നുള്ള ഏകാഗ്രഹത്തോടുകൂടെ മനുഷ്യനെ ഭൂതലത്തിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ കേവലം ആമേൻ 960-ലോ 900-ലോ 800-ലോ 500-ലോ 400-ലോ 300-ലോ 120-ലോ 70-ലോ 80-ലോ കേവലം നഷ്ടപ്പെടുവാൻ വേണ്ടിയുള്ളതല്ല മനുഷ്യ ജീവിതം. ദൈവത്തിന്റെ പ്രസന്റ് അതാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ശാശ്വതമായി മനുഷ്യൻ എന്നും എന്നേക്കും ദൈവത്തോട് കൂടെ വാഴണം. അതിനായിട്ട്
മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ എന്നാൽ അതേ സ്ഥാനത്ത് മനുഷ്യൻ്റെ പാപനിമിത്തമാണ് കേവലം മനുഷ്യൻ്റെ ആയുഷ്കാലം കുറയുവാനിടയായിത്തീർന്നത്. പാപി അതുകൊണ്ടാകുന്നു. ആരും മരിക്കരുതെന്ന് ദൈവത്തിന് ആമേൻ തൻ്റെ മനുഷ്യനോട് ആമേൻ സ്നേഹം തോന്നിയിട്ടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഉള്ള ആമേൻ ഉള്ളത് കൊണ്ടാകുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ താൻ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്താൽ അങ്ങനെ ആമേൻ അവർക്ക് ജീവിക്കുവാൻ, ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ചിരുന്നത് ഈ തോട്ടത്തിൽ നമ്മുടെ ശരീരപ്രകാരം ഈ ശരീരം കൊണ്ട് യുഗായുഗമായി വാഴുവാൻ ദൈവത്തോടു കൂടെ ദൈവത്തെ ആരാധിച്ച് മനുഷ്യനും ദൈവവുമായി ഉള്ള ആമേൻ ജീവിതം ശാശ്വതമായി ജീവിക്കണം ദൈവം ആഗ്രഹിച്ചു. ആയതുകൊണ്ട് ദൈവം കർത്താവ് മനുഷ്യനോട് കൽപ്പിച്ചു. ആമേൻ. ആ ഏക ആഗ്രഹത്താലോടുകൂടെ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ അതൊന്ന് വചനത്തെ ഒന്ന് ദാസി ഒന്ന് വായിച്ചാലും പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 2:15, 16, 17 വചനങ്ങളൊന്ന് വായിച്ചാലും പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 2:15. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി വേല ചെയ്യുവാനും കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും തിന്നാം, മതി. ആമേൻ. ദൈവം ഒരു കൽപ്പന കൊടുക്കുവാനിടയിൽ തീർന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഇതാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ആദ്യനും അന്ത്യനുമാകുന്ന എന്നത്തേക്കുള്ളവനാകുന്ന എന്നത്തേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം കർത്താവിൻ്റെ കൽപ്പന ഇതാണ്. ആമേൻ. താൻ സൃഷ്ടിച്ച മനുഷ്യൻ ഭൂതലത്തിൽ എന്നും അന്നേക്കും ജീവിക്കണം. ആയതുകൊണ്ട് അവനൊരു കൽപ്പന കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഈ കൽപ്പന ലംഘിച്ചാൽ എന്നത്തേക്കുവാൻ ജീവിക്കുവാൻ കൽപ്പന ലംഘിക്കാതിരുന്നാൽ ശാശ്വതമായി ജീവിക്കുവാൻ കഴിയും. ആയതുകൊണ്ട് ദൈവം തമ്പുരാൻ ഹല്ലേലൂയ അങ്ങനെ ആമേൻ മനുഷ്യൻ ശാശ്വതമായി ജീവിക്കേണ്ടതിന് ദൈവം തോട്ടത്തിൽ ആമേൻ ഫലവൃക്ഷങ്ങൾ നട്ടതിനോട് കൂടെ ആമേൻ ശാശ്വതമായി എന്നും എന്നേക്ക് ജീവിക്കുവാനുള്ള ജീവവൃക്ഷത്തെയും തോട്ടത്തിന്റെ നടുവിൽ നടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ തോട്ടത്തിൽ ദൈവത്തോടു കൂടെ ശാശ്വതമായി വാഴുവാൻ ആമേൻ ആ ഫലം പറിച്ചു തിന്നാൽ എന്നേക്കും ജീവിക്കുവാൻ കഴിയും. എന്നേക്കും അവന്റെ ആയുസ്സിന് അവസാനം ഇല്ല. എന്നേക്കുമായി ജീവിക്കുവാനുള്ള ജീവവൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ നട്ടിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം ആമേൻ ഹല്ലേലൂയ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് ഹല്ലേലൂയ അവൻ എന്നും എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3 പ്രൈസ് ദി ലോർഡ് 1 മുതൽ 5 വരെയുള്ള വചനം വായിച്ചാട്ടെ. പാമ്പ് കൗശലമേറിയതായിരുന്നു. 3 സ്തോത്രം. ഹല്ലേലൂയ. 2:15 വായിച്ചല്ലേ? പ്രൈസ് ദി ലോർഡ് വായിച്ചല്ലേ? ആമേൻ. 3:22 മുതൽ അങ്ങോട്ട് ചില വചനങ്ങൾ വായിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം തമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം. ഹല്ലേലൂയ. നോക്കിക്കേ, മനുഷ്യൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു. അവൻ ദൈവം നോക്കി തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു. അവൻ ഇനിയും ആമേൻ ഹല്ലേലൂയ ആമേൻ പാപം ചെയ്ത മനുഷ്യൻ അവൻ എന്നും എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് പാപം ചെയ്ത മനുഷ്യൻ എന്നും എന്നേക്കും ജീവിക്കത്തില്ല. പാപം ചെയ്യാത്ത മനുഷ്യന് വേണ്ടിയാണ് തോട്ടത്തിന്റെ നടുവില് ജീവവൃക്ഷം നട്ടിരുന്നത്. ആമേൻ. എന്നും പറിച്ചത് എന്നും ജീവിക്കാതിരിക്കേണ്ട തോട്ടത്തിന്റെ ഉള്ള അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവൻ സൃഷ്ടി നമ്മൾ വായിച്ചാട്ടും തുടർന്ന് ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം
സ്തോത്രം. അങ്ങനെ ആമേൻ മനുഷ്യനെ പാപം ചെയ്ത മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ആമേൻ ജീവവൃക്ഷത്തെ കാക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ആമേൻ ആമേൻ കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ചോലയുമായി നിർത്തിയതാണ് ദൈവജനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. കെരൂബല്ല അവിടെ കാവൽ ചെയ്യാൻ നിൽക്കേണ്ടതായിരുന്നത്, ആ തോട്ടം സംരക്ഷിക്കേണ്ടത്, തോട്ടത്തിന്റെ അനുഭവങ്ങൾ ഭക്ഷിക്കേണ്ടത് നമ്മളായിരുന്നു. നമ്മളിൽ കടന്നു വന്ന നമ്മുടെ ആദിമകാലം മുതൽ ആമേൻ കടന്നു വന്ന പാപനിമിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആ നന്മ നഷ്ടപ്പെട്ടത്, നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടത്, ആരോഗ്യം നഷ്ടപ്പെട്ടത്, നമ്മുടെ നന്മകളും വിടുതലുകളും എല്ലാം നഷ്ടപ്പെട്ടത്, നമ്മൾ രോഗികളും പാപികളും ആമേൻ ആമേൻ ഹല്ലേലൂയ ഒക്കെ ആയി തീരുന്നത്. ഹല്ലേലൂയ. ഓ, ഉൽപ്പത്തി പുസ്തകം 3:1 മുതൽ വായിക്കുമ്പോൾ ആരാണ് ഈ പാപം ഇവിടെ കൊണ്ടുവന്നത്? പിശാച് കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ലോകപ്രകാരം പ്രൈസ് ദി ലോർഡ് ജീവിക്കുമ്പോൾ ആമേൻ ഉൽപ്പത്തി പുസ്തകം 3:1 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആമേൻ ആ ഏദൻ തോട്ടത്തിലായിരുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ മനുഷ്യൻ ഹല്ലേലൂയ ഹവ്വ ആമേൻ ഹല്ലേലൂയ അവയോട് ആമേൻ സാത്താൻ സംസാരിക്കാനിടയായിരുന്നു. സാത്താൻ എവിടെയായിരുന്നു? സാത്താൻ ദൈവസന്നിധിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു. ആമേൻ ദൂതനായിരുന്നു സാത്താൻ. ദൈവത്തോടു കൂടെ ആയിരുന്നു. ദൈവത്തോട് മറുതലിച്ചതോട് ദൈവം വെട്ടി താഴിട്ടൊരു ആമേൻ ദൂതനാണ് ഈ സാത്താൻ. ആമേൻ സാത്താന് ആമേൻ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന് ജീവൻ ഉണ്ടായിരുന്നു. ദൈവജനപ്രകാരം ദൈവിക ജീവൻ അവനെ പകർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തോട് മറുതലിച്ചത് നിമിത്തം അവനെ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തെക്കാൾ ഉയരുമെന്നും ദൈവത്തെ മറുതലിക്കുമെന്നും ഒക്കെ ചിന്തിച്ച് പാപം ചെയ്തത് കൊണ്ട് ദൈവസന്നിധിയിൽ അവനെ നിലംപരിചാക്കി. ആ സാത്താനാണ് മനുഷ്യനും തോട്ടത്തിൽ ശാശ്വതമായി വാഴാതിരിക്കേണ്ടതിന് സാത്താനാണ് നമ്മുടെ ജീവിതത്തെ തകർത്തത്. സാത്താൻ ഇന്ന് ഇവിടെ വാഴുന്നു, ഈ ഭൂതലത്തെ വാഴുന്നു, ഊസീമാവാസികളുടെ നടുവില് ഭൂപ്പരപ്പിൽ വാഴുകയാണ്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവരെ സാരാംശം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവിക നന്മകളെ തകർത്ത് നമ്മളെ താഴ്ത്തിയ ജാതികളൊക്കെ നമ്മളെ ജാതികളാണ്. വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ, കുലങ്ങൾ, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവളെ വിട്ടേച്ച് നിലത്തു വീണു. ഞാൻ സ്വർഗത്തിൽ കയറും. സാത്താൻ നമുക്ക് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. മതി സ്തോത്രം. അങ്ങനെ ഉയരങ്ങളിൽ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് സാത്താൻ നിലംപരിചായി. ആ സാത്താൻ നിമിത്തമാണ് ആദിമ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്റെ ഇടയിൽ പാപം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ആമേൻ. അന്ന് സാത്താൻ പറഞ്ഞ ഉപദേശം ആമേൻ സ്ത്രീ കേട്ടു. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ പറഞ്ഞ എന്നോട് ദൈവാത്മാവ് ആമേൻ ഇന്നലെ രാത്രികളിൽ ഞാനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ വചനത്തെ ഞാൻ നിങ്ങളുടെ നടുവിൽ വീണ്ടും പറയുന്നത്. എന്തൊന്നു പറഞ്ഞാൽ ഹല്ലേലൂയ സാത്താൻ പറഞ്ഞ കാര്യങ്ങളെ ആമേൻ ഒന്ന് വിവരിച്ചിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 3:1 മുതൽ അങ്ങോട്ട് വായിക്കുമെന്ന് ചില വചനങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ വന്നു പറഞ്ഞ കാര്യം എന്താകുന്നു ദിവാസിയെ ഒന്ന് വായിച്ചാലും അവിടെ ഒന്ന് സാത്താൻ വന്ന് സ്ത്രീയോട് പറഞ്ഞ കാര്യം പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ സാത്താൻ വന്ന് സ്ത്രീയോട് പറയുന്ന ആദിമ സ്ത്രീയായിരുന്ന ഹവ്വയോട് പറയുന്നൊരു കാര്യമാണ് ദൈവം ആമേൻ വാസ്തവമായി ആമേൻ തോട്ടത്തിലുള്ള ഫലം യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ആമേൻ സാത്താൻ പറയുവാനിടയിൽ തീർന്നു. ആമേൻ. അതിന് സ്ത്രീ പറഞ്ഞത് ആമേൻ ആമേൻ അങ്ങനെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹല്ലേലൂയ എന്ന് പറയാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാത്താൻ പറയുന്ന അവിടെ ഒരു കാര്യമാണ് നിങ്ങൾ ആമേൻ ആമേൻ ഈ ഫലം പറിച്ചു തിന്നെന്ന് പറഞ്ഞ് നിങ്ങൾ മരിക്കുകയൊന്നുമില്ല. നിങ്ങൾ മരിക്കാമേ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവം സംസാരിച്ചതിനെ കൈമാറാൻ വേണ്ടിയാണ് ഇത് നിങ്ങളുടെ നടുവിൽ ഇത് ഞാൻ വീണ്ടും ആമേൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഞാൻ ഇത് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സാത്താൻ പറയുന്നത് നിങ്ങൾ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ മരിക്കത്തില്ല.
ഹല്ലേലൂയ. ദൈവത്തിന്റെ മനുഷ്യൻ മരിക്കുമോ? ദൈവത്തിന്റെ മനുഷ്യൻ മരിക്കുമോ? ഇല്ല, ദൈവ മനുഷ്യൻ മരിക്കത്തില്ല. പക്ഷെ സാത്താൻ തെറ്റിച്ച് കഴിഞ്ഞാൽ മരിക്കും, പാപം ചെയ്ത് മരിക്കും. പക്ഷെ നിങ്ങൾ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താൻ പറയാം, നിങ്ങൾ തിന്നുന്ന നാളിൽ ആമേൻ കണ്ണ് തുറന്നിട്ട് നന്മതിന്മകളെ കുറിച്ച് ആമേൻ ആമേൻ അറിയുന്നവരായും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറയേണ്ടിയിരുന്നു. ആമേൻ. നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. സാത്താൻ ഒരു കാര്യം അറിയാം കേട്ടോ, പറയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താൻ ഒരു കാര്യം അറിയാം. സാത്താൻ ഇവിടെ ഉണ്ടായിരുന്ന സ്വർഗത്തിലുണ്ടായിരുന്ന പുള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ദൈവത്തിന്റെ പദ്ധതികളൊക്കെ സാത്താൻ അറിയാം. ഈ മനുഷ്യനെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്, മനുഷ്യനെ ഇവിടെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശാശ്വതമായി ജീവിപ്പിക്കുവാൻ വേണ്ടി, ശാശ്വതമായി ദൈവത്തോടു കൂടെ വാഴുവാൻ വേണ്ടിയാണ് മനുഷ്യനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സാത്താൻ അറിയാം. അത് ഹല്ലേലൂയ. അങ്ങനെ ശാശ്വതമായി മനുഷ്യനും ദൈവമായിട്ട് വാഴാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ സാത്താൻ പ്രവർത്തിച്ചു. എന്തെന്ന് ചോദിച്ചാൽ സാത്താൻ പരാജയപ്പെട്ടു. അതേ പരാജയം മനുഷ്യന്റെ മേലും സാത്താൻ അടിച്ചേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത് സാത്താൻ പാപം ചെയ്ത്, ദൈവസന്നിധിയിൽ പാപം ചെയ്ത് സാത്താൻ എന്ന് പറയുന്ന ദൂതന്റെ ഹല്ലേലൂയ നിത്യത നഷ്ടപ്പെടുത്തി. അതേപോലെ നിത്യത ആമേൻ ശാശ്വതവാസം ആമേൻ ഹല്ലേലൂയ മനുഷ്യന്റെ ശാശ്വതവാസത്തെ അവസാനിപ്പിച്ചു. അത് സാത്താൻ അറിയാം. ആമേൻ. ഈ പ്രയോഗം സ്ത്രീയുടെ മേൽ പ്രയോഗിച്ചാൽ മാത്രമേ, തെറ്റിപ്പിച്ചാൽ, ഈ തോട്ടത്തിൽ ദൈവം കൽപ്പിച്ച കൽപ്പനയെ ലംഘിപ്പിച്ചാൽ മാത്രമേ ഈ ശാശ്വതവാസത്തെ ഒന്ന് അവസാനിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ ശാശ്വതവാസി അല്ലാതിരിക്കും അതേ മാറത്തുള്ളൂ. ദൈവം വന്നിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കാം. പിന്നെ അവന് ആ ജീവവൃക്ഷത്തിന്റെ ഫലം ഒന്ന് പറിച്ചു തിന്നാൻ പറ്റത്തില്ല. സാത്താൻ അറിയാം. സാത്താൻ വന്ന് തെറ്റിച്ചു. സാത്താന്റെ ഉപദേശം വല്ല മനോഹരമായിട്ട് തേനും പാലും പോലെ ആമേൻ മനുഷ്യൻ കേട്ടനുസരിച്ചു. ദൈവം പറഞ്ഞതിനുപരി ആമേൻ ദൈവത്തിനും പറഞ്ഞതിന് ഒപ്പുള്ള ആമേൻ വലിയ അനുഗ്രഹ, വലിയ വചനം പോലെ അത് ആമേൻ ലോകം ഇന്ന് നമ്മളോട് ഉപദേശിക്കുന്നത് ആമേൻ ദൈവം പറയുന്നത് പോലെയൊന്നുമല്ല. ആമേൻ വലിയ പാലും തേനും പോലെയാണ് ആമേൻ പലരും വന്ന് ആമേൻ നമ്മളെ ഉപദേശിക്കുന്നത്. ആമേൻ അന്ത്യകാലമാണിത്. കള്ളപ്രവാചകന്മാർ ഒരുപാട് എഴുന്നേൽക്കുമെന്ന് ദൈവവചനം പറയുകയാണ്. പാലും തേനും പോലെയൊക്കെ ഇരിക്കും. അനേകരെ തെറ്റിക്കും. അന്ന് സാത്താൻ തെറ്റിച്ചു. നമ്മുടെ ആയുഷ്കാലത്തെ സാത്താൻ നമ്മളെ തകർത്തു. അതിൽ നമ്മൾ മടങ്ങി വരണമെന്ന് ആമേൻ. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പുറത്തായി നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി പിശാച്. അതിൽ നിന്ന് ദൈവം മടങ്ങിയ ദൈവത്തിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ആമേൻ മടങ്ങി വരുന്നവരെ കേൾക്കുവാനാണ് കർത്താവ് വരുന്നത്. മടക്കി വരുത്തുവാൻ വേണ്ടി, പാപമോചനം നൽകുവാൻ, പാപപരിഹാരം നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഞാൻ വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ഹല്ലേലൂയ ആമേൻ. ആദിമ കാലഘട്ടത്തില് ഒരു ഹാനോക്ക് എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യനുണ്ടായിരുന്നു. ആ ദൈവമനുഷ്യൻ ദൈവത്തോടുകൂടെ വസിച്ചു എന്ന് ദൈവജനം എഴുതിയിരിക്കുകയാണ്. ദൈവത്തോടുകൂടെ വസിച്ചത് കൊണ്ട്, ദൈവത്തോടുകൂടെ നടന്നത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, അവനെ ആമേൻ ഹല്ലേലൂയ സൃഷ്ടാവിനെ ഓർത്തിരുന്നത് കൊണ്ട്, ആ നിത്യനായ ദൈവത്തെ ആമേൻ നിത്യതയെ ആമേൻ ആദ്യം മുതൽ അവന്റെ ജീവിതായുസ്സിൽ അവൻ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തില് അവനെ മരണം കാണാതെ എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. മരണം അവനില്ല. ഹാനോക്കിന് മരണമില്ല. അത്ര വിശ്വാസിയായിരുന്നു അവൻ. ദൈവത്തിൽ വിശ്വസിച്ചു ഹല്ലേലൂയ. അടിപതറാതെ പൂർണ്ണമായി ആമേൻ. അനേകര് ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയപ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് നിത്യത വിട്ട് ആമേൻ നിത്യതയ്ക്ക് ഭംഗം വന്ന് അകന്നു പോയപ്പോൾ ഹാനോക്ക് ദൈവത്തോടുകൂടെ വസിപ്പാനിടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോടുകൂടെ വസിപ്പാനിടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് ദൈവവചനം പറയാണ്. ഹാനോക്ക് ദൈവം എടുത്തു. ആമേൻ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ എടുത്തോളും കേട്ടോ. ദൈവത്തിൽ നമ്മൾ ലോകം നമ്മളെ രക്ഷിക്കത്തില്ല. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പാടുന്നത്, ലോകം തുണയ്ക്കുമെന്ന് ചേർന്നിരുന്നേ അതിൽ ഒട്ടും സ്ഥിരതയില്ല, ഓടി വന്നേ അതിൽ ഒട്ടും സ്ഥിരതയില്ല, ഓടി വന്നേ. ഓടി മടങ്ങി വന്നവരാണ്. മടങ്ങി വരുന്നവരെ ചേർപ്പാനാണ് കർത്താവ് പറയുന്നത്. അന്തേകാലത്തിലെ ആമേൻ ആമേൻ ഒരു കൂട്ടത്തെ കർത്താവ് മടക്കി വരുത്തും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇസ്രായേൽ മാത്രമല്ല, ദൈവമക്കളായിരുന്നു ഇസ്രായേൽ മക്കള്. ആമേൻ. അവരെ മടക്കി വരുത്തുവാൻ കർത്താവ് ലോകത്തിൽ വന്നിരിക്കും.
വേഗത്തിൽ ആമേൻ വിരാമത്തിലേക്ക് കടന്നു പോകണമല്ലോ, സമയം കുറവാണല്ലോ. ആയതുകൊണ്ട് നമ്മൾ 1-2 വചനങ്ങളോട് വേഗത്തിൽ വായിച്ച് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ യോഹന്നാന്റെ സുവിശേഷം ആമേൻ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ഞാൻ പറഞ്ഞു വന്ന ആമേൻ ആമേൻ ഹല്ലേലൂയ ആദിമകാലം മുതൽ മനുഷ്യൻ പാപികളായി തീർന്നു. മനുഷ്യരെല്ലാവരും പാപികൾ. ആ പാപികളായിരിക്കുന്ന മനുഷ്യരെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ലോകത്തിൽ അവതരിപ്പാനിടയായി തീർന്നത്. പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അവതരിപ്പാനിടയായി തീർന്നത്. പിതാവായ ദൈവത്തെ എന്താകുന്നു ആദിയിൽ പറഞ്ഞിരുന്നത്? പിതാവായ ദൈവത്തിനെ കുറിച്ച് യഹോവയായ ദൈവം. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം എന്താകുന്നു? രക്ഷകൻ. അവന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന പേരിന്റെ, യേശു എന്ന പേരിന്റെ അർത്ഥം പാപമോചകൻ, പാപപരിഹാരകൻ, ശാപത്തിൽ നിന്ന് വിടിവിക്കുന്നു, അകൃത്യങ്ങളിൽ ലംഘനത്തിൽ നിന്ന് വിടിവിക്കുന്നു. യേശു ലോകത്തിൽ അവതരിച്ചത് പാപപരിഹാരത്തിനായിട്ട്. ആമേൻ ആമേൻ. മുസ്ലിംവാസികളൊക്കെയും പാപം ചെയ്ത് ഉള്ളരുതാത്തവരായി തീർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനില്ല. അതുകൊണ്ട് ആമേൻ വീണ്ടും ആമേൻ ആമേൻ പാപത്തിൽ വീണ് പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, യേശു വന്നത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം. അവന്റെ നാമം വിളിച്ച് കർത്താവിനെ, യേശു കർത്താവിനെ വായ്കൊണ്ട് ഏറ്റു പറഞ്ഞവൻ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം വിളിച്ച പക്ഷേ ഏവനും രക്ഷിക്കപ്പെടും. യേശു കർത്താവിനെ കർത്താവേ എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. അവന്റെ നാമത്തിൽ പാപമോചനവും പാപപരിഹാരവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നിത്യതയുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ലാസറിനെ കാണാൻ കഴിയും. അത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ലാസർ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആമേൻ ലാസറിന്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എന്താ വായിച്ചത്? ലാസർ അവിടെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ആമേൻ ഒരു മാർത്ത, മറിയ, ലാസർ എന്നൊരു കുടുംബത്തിനെ കാണാൻ കഴിയും. ആമേൻ ലാസറിനെയും തന്റെ സഹോദരിമാരായിരിക്കുന്ന മാർത്തയും മറിയയും കാണാൻ കഴിയും. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ അവർ ദൈവഭക്തന്മാരായിരുന്നു, അവർ ദൈവവിശ്വാസികളായിരുന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ. കർത്താവായ യേശുവിനോട് കൂടെ സ്നേഹിതന്മാരായ യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ കൂടെ നടന്നവരായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആമേൻ ആമേൻ മാർത്തയുടെയും മറിയയുടെയും ആമേൻ സഹോദരനായ ആമേൻ ലാസർ ദീനം പിടിച്ച് മരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ ദീനം പിടിച്ച് കഠിനമായപ്പോൾ ഈ വിവരം ഹല്ലേലൂയ ആമേൻ യേശുവിനെ അറിയിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. യേശു പറഞ്ഞു ആമേൻ ഇപ്പോൾ ആമേൻ ലാസറിന് വന്നിരിക്കുന്ന ഈ രോഗം ആമേൻ രോഗം ഇത് മരണത്തിനായിട്ടല്ല, മരണം എന്നെ ഹല്ലേലൂയ സ്തോത്രം ദീനമായാലും മരണമായാലും എന്ത് തന്നെ ആയിരുന്നാലും ഇത് മരണത്തിന് വേണ്ടിയുള്ളതല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ രോഗമോ ഭാരമോ കഷ്ടപ്പാടോ കണ്ണുനീരോ ഞെരുക്കമോ ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ നാമം മഹത്വത്തിനായിട്ടുള്ളതാകുന്നു. ഓ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഭേദം വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന മക്കൾക്കായി സ്തോത്രം. എല്ലാവരും കാര്യങ്ങൾ അടിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മുടെ കർത്താവ് മതിയായ വിടിയുവാൻ ശക്തൻ
നമ്മുടെ കർത്താവ്, ഓ അവനല്ലാതെ നമുക്ക് ആരും ഇല്ല. യാസ് അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, നിത്യ രക്ഷയുണ്ട്. ഹല്ലേലൂയ. അവൻ നിത്യനത്രേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, എന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ആമേൻ, യേശുവോട് ഇപ്രകാരം പറയുന്നേ തീർന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആമേൻ, ഇത് മരണത്തിനായിട്ടുള്ളതല്ല, ദൈവപ്രവൃത്തികളിൽ തൊടുവാനുള്ളതെന്ന് പറയുകയായിരുന്നു. എന്നാൽ യേശു തന്റെ സ്നേഹിതനാകുന്ന ലാസർ മരിച്ച് ആമേൻ ആമേൻ രോഗിയായി കഠിനമായി കിടന്നു അറിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ, അങ്ങോട്ട് പോയിട്ടില്ല. ആമേൻ. ചില ദിവസത്തിനകം ആമേൻ ലാസർ മരിച്ച് അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരുമായിട്ട് യേശു പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു, ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമുക്ക് ലാസറിന്റെ ഭവനത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ എനിക്കൊരു പിള്ളയുണ്ട്, എനിക്കൊരു മകനുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെയുണ്ട്. അവനെ പോയി ഒന്ന് നോക്കാം, അവനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അവൻ മരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ മൗനതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അവനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം, അവനെ ഒന്ന് പൂറാത്ത് കൊണ്ടുവരണം. അവനെ അനേകര് കെട്ടി ഒതുക്കി ആമേൻ പാതാളത്തിന്റെ അടിമയിലേക്ക് ആമേൻ ഇറക്കിയിരിക്കുക. അവനെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരണം. അവനെ മരണപാശങ്ങൾ അവനെ ചുറ്റി, പാതാള വേദനകൾ അവനെ ഭ്രമിപ്പിച്ചു, മരണത്തിന്റെ കടികൾ അവനെ പിടിവെച്ചു. ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ, എന്തൊക്കെ പിടിച്ചാലും മരണത്തിന്റെ കെടുതികളോ പാതാള പാശങ്ങളോ നമ്മളെ ഏവരെ ചുറ്റിയാലും അവ നമ്മളെ പുറത്തു കൊണ്ടുവരും. എവിടെയൊക്കെ ശത്രു പിടിച്ചു കെട്ടി ഒതുകളാലും കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. എല്ലാ രോഗത്തിൽ നിന്നും, ഭാരത്തിൽ നിന്നും, മരണത്തിൽ നിന്നും കർത്താവ് നമ്മളെ കൊണ്ടുവരും. എത്ര വിശ്വസിക്കുന്നുണ്ട് മക്കളെ? അവന്റെ നാമത്തിൽ നിത്യതയുണ്ട്, നിത്യരക്ഷയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ നാമത്തിന് മഹത്വപ്പാ. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവേ സ്തോത്രം, സ്തോത്രം. ആമേൻ. യോഹന്നാൻ സുവിശേഷം ആമേൻ 11 ആമേൻ ആമേൻ 11 മുതൽ വായിച്ചിട്ട് ഒന്ന്. അതിന്റെ 11:26 മുതൽ വായിച്ചാലും. എന്നാൽ യേശു കർത്താവ് അവിടെ തന്റെ സ്നേഹിതൻ ആമേൻ ആലയിൽ രോഗിയായി മരിപ്പാനിടയിൽ തീർന്നു. അവിടെ യേശു കടന്നു വരുവാൻ 3-ാമത്തെ ദിവസം അവിടെ കടന്നു വന്നു കേട്ടോ. കടന്നു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, അവിടെ ഒരു മരണ വീടാണ് കാണുവാനിടയിൽ തീർന്നത്. മരണ വീട് അവിടെ ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ ലാസർ മരിച്ചിട്ട് 3 നാളായിരിക്കുകയാണ്. അങ്ങനെ യേശു ശിഷ്യന്മാരും കൂടി അവിടെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു മരണ വീട് കാണുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പട്ടണവാതിൽക്കൽ വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ യേശു വന്നിരിക്കുന്നു എന്ന് മാർത്തയും മറിയയും അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും അറിഞ്ഞു. ആമേൻ. അതിലെ മാർത്ത ഹല്ലേലൂയ ആമേൻ ആമേൻ യേശു വന്നെന്ന് അറിഞ്ഞിട്ട് ഭവനത്തിൽ നിന്ന് ഓടി ഹല്ലേലൂയ ആമേൻ യേശുവിൻ്റെ അരികിൽ വന്നു. എന്നാൽ അനേക യഹൂദന്മാർ വന്ന് മരണ വീട്ടിൽ വന്ന് മറിയയും മാർത്തയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ നടുവിലാണ് യേശു പട്ടണവാതിൽക്കൽ വന്നത്. അപ്പോൾ പട്ടണവാതിൽക്കൽ വന്നപ്പോൾ തന്നെ ആമേൻ മാർത്തയോ മറിയയാണോ ആമേനും ആമേൻ വന്ന് യേശുവിനോട് വന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ സ്നേഹിതൻ ലാസർ മരിക്കത്തില്ലായിരുന്നു എന്ന് പറയാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. മരിക്കത്തില്ലായിരുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്നാൽ നമ്മുടെ അനർത്ഥങ്ങളൊക്കെ മാറിപ്പോകണ്ട. യേശുവിനെ പിടിച്ചോളണം കേട്ടോ, യേശുവിനെ കരം പിടിച്ചോളണം കേട്ടോ. ആമേൻ. നമ്മുടെ അനർത്ഥങ്ങൾ മാറിപ്പോകും. അസംഖ്യമായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ഭാരങ്ങളൊക്കെ മാറിപ്പോകും. നമ്മുടെ വേദനകൾ, കണ്ണുനീര്, നമ്മൾ അല്പത്തിലേക്കുള്ളവരല്ല കേട്ടോ, നമ്മൾ അധികത്തിലുള്ളവരാണ്. അധികമായി ജീവിക്കേണ്ടവരാണ്. ഓ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നു വരുന്നെങ്കിൽ അത് പിശാചാണ് പോരാടുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ആമേൻ സാധിച്ച് മുമ്പോട്ട് പോകണം. ആമേൻ. ദൈവത്തിൽ സാറിന് ഹല്ലേലൂയ നാമത്തിൽ ആമേൻ ആമേൻ സഹോദരം യേശുവിനോട് എന്റെ സഹോദരൻ മരിക്കത്തില്ലെന്ന് പറയുന്നത് യേശു പറഞ്ഞു. ആമേൻ ആമേൻ. എന്നിൽ വിശ്വസിക്കുക
അവിടെ ചില വചനങ്ങൾ ഉണ്ടായിരുന്നു. അവളോട് ആ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവൻ അതിന് മുൻപായിട്ടുള്ള ഒന്നിട്ട് വചനം വായിച്ചാട്ടെ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കലില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അവനോട് ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാൻ. Praise the Lord. Hallelujah. Amen. Amen. Hallelujah. 11ന്റെ യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും. ആമേൻ. അതന്നെ ആമേൻ. യേശു അവളോട് പറഞ്ഞു ഞാൻ തന്നെ. അവിടെ യേശു വന്നപ്പോൾ ആമേൻ മാർത്തയും മറിയും മാർത്ത പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാർത്ത പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ അത് പുനരുത്ഥാനത്തിൽ ആമേൻ ജീവിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. അതിന് മറുപടിയായി യേശു പറഞ്ഞത് ആമേൻ പുനരുത്ഥാനവും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. അതേ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ആ വിശ്വാസപ്രകാരം ആമേൻ യേശു എല്ലാവരിൽ ചെന്നു. 3 നാളായി ആമേൻ അവനെ അടക്കി ചെന്നിട്ട് സ്നേഹിതരെ അടക്കിയിട്ട് യേശു കരഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് യേശു കരഞ്ഞു എന്നാണ്. യേശു കണ്ണുനീർ വാർത്തു എന്നാണ്. മറിയുടെ വീട്ടിലെ ചില സന്ദർഭങ്ങൾ മാത്രമേ യേശു കരഞ്ഞിട്ടുള്ളൂ. യേശുവിന് അധിക സന്തോഷം ലോകത്തിൽ ലഭിച്ചിട്ടില്ല കേട്ടോ. ആമേൻ. അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി കരഞ്ഞു. നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ മരണം നിമിത്തം നമ്മൾ അല്പായുസ് കൊണ്ട് മരിക്കുന്നതിനെ ഓർത്തിട്ട് യേശു കരയുകയാണ്. കർത്താവ് കരയുകയാണ്. കർത്താവിൻ്റെ മക്കളുടെ ആയുസ് എന്ന് പറഞ്ഞ വലിയ ആയുസ്സാണ്. അവന് യുഗായുഗമായി അവനോട് കൂടി വാഴുവാൻ വേണ്ടിയാവുന്ന കർത്താവ് നമ്മളെ വിളിപ്പാൻ വന്നത്. ഹല്ലേലൂയ. എന്ന കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്ന വീണ്ടും ജീവിക്കും. അങ്ങോട്ട് വായിച്ചാലും വന്ന് കാണുക എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. യെസ്. നമുക്ക് വേണ്ടി കരയുന്ന ഏക കർത്താവ്. മറ്റാരും നമുക്ക് വേണ്ടി കരയില്ല കേട്ടോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരയുന്നു. നമ്മളെ ഓരോരുത്തർ ഇന്നത്തെ ലോക സംഭവങ്ങൾ നോക്കിയാൽ ലോകത്തിന്റെ വഴികളിൽ നടക്കുന്ന പാപ സ്വഭാവങ്ങൾ ആമേൻ ഹൃദയത്തിലേറിക്കൊണ്ട് നടക്കുന്ന ഓരോരുത്തരെ ഓർത്ത് കരയുകയാ. സ്വത്രം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കരയുന്നത്. നഷ്ടപ്പെട്ടു പോകും. ലാഭം ഉണ്ടാകത്തില്ല. ആമേൻ. 100 വയസ്സ് വരെ ദൈവം ആയുസിട്ടിട്ടുണ്ടെങ്കിൽ 50 പോലും പോകത്തില്ല. ഒതുക്കിക്കളയും. അതുകൊണ്ടാണ് കരയുന്നത്. ഓ ഹല്ലേലൂയ. വായിച്ചാൽ സിസ്റ്ററെ പെട്ടെന്ന് വായിച്ചാൽ അവസാനിപ്പിക്കാം വേഗത്തിൽ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കാലത്തിൽ വന്നു കാണുക എന്ന് അവനോട് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെ മരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആമേൻ. ചിലരുടെ വിശ്വാസം, അവിടെ വിശ്വാസികളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു കാണാൻ കഴിയുന്നു. ചിലരുടെ കണ്ണുകളെ തുറന്ന ഇവനെ ആമേൻ ഈ മനുഷ്യനെ കഴിയില്ലയോ കഴിയും. യേശുവിന്റെ ഉള്ളം നൊന്ത് കല്ലറയ്ക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു ഗുഹയായിരുന്നു. കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ച് 4 നാളായി. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ എപ്പോഴായി നാറ്റം വെച്ച അനുഭവമാണ്. നമ്മളൊരു പാട്ട് നേരത്തെ പാടി. ചേറ്റിലല്ലയോ കിടപ്പ് തോർത്ത് നോക്കിയാൽ നാറ്റമല്ലയോ ഭവിഷ്യതി ജീവിതം. കർത്താവ് മാറ്റിയല്ലോ എൻ ജീവിതത്തെ. അത് ദൈവത്തിന്റെ കൃപയാൽ മാറ്റി നമ്മൾ പാടുവാൻ. ഹല്ലേലൂയ. ഇവിടെ വാർത്ത പറയുന്നത് അല്ലയോ കർത്താവേ നാറ്റം വെച്ചു, നീ അങ്ങോട്ട് പോകണ്ട. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ നാറ്റം വെച്ചതായിരിക്കും നമ്മുടെ ജീവിതം കൊണ്ട്. നമ്മൾ നാറ്റം വെച്ചായിരിക്കും. പലരും നമ്മളെ നിന്ദിച്ചു, പരിഹസിച്ചു, അപമാനിച്ചു, ഒറ്റപ്പെടുത്തി ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞതാ. ദൈവത്തിന് മാറ്റാൻ ഒരുപാട് സമയം വേണ്ട കേട്ടോ. ഓ ഹല്ലേലൂയ. ഏൽപ്പിച്ചോട്ടെ. കരങ്ങളൊന്നിച്ച് കൊട്ടി ഏൽപ്പിച്ചോട്ടെ. അങ്ങനെ തന്നെ ആമേൻ പറഞ്ഞൊന്ന് ഏൽപ്പിച്ചോട്ടെ. യാസ്. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വിശ്വസിക്കുക. മറ്റൊന്നും
ഒന്നും ഇനി ചെയ്യുവാനില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ എപ്പോഴും കേൾക്കുന്നു. ദൈവഭക്തന്റെ നിലവിളി, പ്രാർത്ഥനകൾ, യാചനകൾ എപ്പോഴും കേൾക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. അവരുടെ സങ്കടങ്ങൾക്ക്, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക്, അവരുടെ അവലാതിക്ക് എപ്പോഴും കർത്താവിന്റെ മുഖം ചായ്ച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭക്തന്മാരുടെ അവരുടെ ചോദിക്കുന്നുവെന്ന് ചായ്ച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ് കർത്താവ്. അവിടെ യേശു കർത്താവ് ശരീരപ്രകാരം ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ നമ്മെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നപ്പോൾ യേശു കർത്താവ് പറയണം, പിതാവേ, അങ്ങ് എന്റെ അപേക്ഷ ഇന്നലെ വരെ കേട്ട്, ഈ നിമിഷം വരെ കേട്ട്, ഇനി കേൾക്കുന്നല്ലോ. വായിച്ചാലും വായിച്ചാലും ഓക്കെ. കേട്ടു. വിശ്വസിക്കാം. കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് നമ്മൾ അടിപതറാതെ വിശ്വസിക്കണം. അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശില കൊണ്ട് ലാസറിനെ പുറത്തെടുപ്പിച്ചു. കല്ല് മാറ്റി അവൻ പുറത്ത്. ലാസറേ നിൽക്കുക, ലാസറേ പുറത്തു വരിക. പുറത്തു വന്ന് ജീവനുള്ളവരായി പുറത്തു വന്നു. അവന്റെ കെട്ടുകളെ അഴിപ്പേൻ, അവരെ കെട്ടുകളെ അഴിപ്പേൻ. ലോകം കെട്ടിയ കെട്ട്. നമ്മുടെ ലോകപ്രകാരമുള്ള ജീവിതം, ലോകത്തിൽ കെട്ടപ്പെട്ടത് കുഴിക്കര വരെ പോകും. എന്നാൽ അതിനപ്പുറത്ത് കെട്ടഴിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ ആര് കെട്ടി ഒതുക്കിയാലും കുഴിക്കര വരെ കെട്ടും. ഹല്ലേലൂയ. ലോകപ്രകാരം അതിനപ്പുറത്ത് നമ്മളെ അടിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരു കർത്താവ് നമ്മളുണ്ട്. അവന്റെ പേരാണ് നിത്യനായ ദൈവം, ശാശ്വതനായ ദൈവം, ശാശ്വതവാസിയായ ദൈവം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതലുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിനും അപ്പുറം ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും, എന്മൂലം ജീവിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ജീവിക്കും. ഹല്ലേലൂയ. നാളുകളിൽ നമ്മൾ വിശ്വാസ സ്നാനമേറ്റ് വീണ്ടും ജനിച്ച് ജീവിക്കുന്നവരെ വീണ്ടും ജീവിതം കർത്താവിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനാകുന്നു കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവിന്റെ നാമം അവന്റെ ഭവൻ നമുക്കായി ഒരു ഭവനം ഒരുക്കുകയാണ്. എവിടെയാണ്? നിത്യതയിൽ ഒരു ഭവനം ഒരുക്കുകയാണ്. നിത്യതയ്ക്കായിട്ട് അങ്ങനെ ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശിക്കുന്നവർ, നിത്യനായ ദൈവത്തിൽ പ്രത്യാശിക്കുന്നവർ ഒരിക്കൽ ആദിമ കാലഘട്ടത്തിൽ നമുക്കൊരിക്കൽ സകല തിന്മകൾ നഷ്ടം പോന്നു. എങ്കിലും പിന്നത്തേതിൽ അവന്റെ പുത്രൻ നിമിത്തം, പുത്രനിലൂടെ വീണ്ടെടുപ്പും വിമോചനവും പാപപരിഹാരവും പാപമോചനവും ശാപത്തിൽ നല്ല വിടുതലുകൾ പകൽക്കാലത്തിന് നിങ്ങളുടെ സഭയെ ഏൽപ്പിച്ചു തരുന്നു. പാപന സഭ ഒരു ചർച്ചപ്പെടുന്ന ദൈവസഭയിലെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകാല് ഈ സന്ദേശം കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പല ഭാഗത്തായി കേൾക്കുന്ന എല്ലാ സ്നേഹിതന്മാരെയും കുടുംബത്തെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മുഴുവനായി ഏൽപ്പിച്ചു എല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഈ സന്ദേശം ഒരു ധാരണമായി തീരട്ടെ. വീണ്ടെടുപ്പ്, വിമോചനവും രക്ഷയ്ക്കായി തീരട്ടെ. അത് പരിണമിക്കണം പിതാവേ. ഈ സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളില് കർത്താവേ താഴെ വിളക്കായി ശോഭിപ്പാൻ കർത്താവേ അങ്കുവരിക്കുന്ന രക്ഷയെ പ്രാപിച്ചെടുക്കുവാൻ ഇതിന് മുഖാന്തരമായി തീരണം. ഞങ്ങളിത് ധ്യാനിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നാളുകളിൽ കർത്താവേ ഈ പാപപങ്കിലമാകുന്ന ലോകത്തെ ജയിപ്പാൻ അങ്ങ് കൃപയാൽ നടത്തണമേ. ഒന്നുകൂടെ
Yes, Lord. Hallelujah. ഒരു പാട്ടിന്റെ ചില വരികൾ കൂടി ചേർന്ന് പാടി. രാജാധിരാജൻ മഹിമയോടെ ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ